നമസ്കാരം. ഇറാനും അമേരിക്കയും ഇസ്രായേലും എല്ലാം തമ്മിലുള്ള സംഘർഷം നീണ്ടു പോകുമ്പോൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ ഇറാനിൽ അരങ്ങേറുകയാണ്. അത് കഴിഞ്ഞ ജനുവരിയിൽ അവിടെയുണ്ടായ ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആ പ്രക്ഷോഭത്തെ ഇറാൻ അടിച്ചമർത്തുമ്പോൾ ഏതാണ്ട് 30,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ ഇനിയും അതാരും ആവർത്തിക്കരുത്, ഇനി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആരും ഇറങ്ങരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഇപ്പോൾ ഇറാൻ അതിക്രൂരമായ രീതിയിലാണ് അന്ന് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളെ അടിച്ചമർത്തുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചായതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, അവിടെ നടക്കുന്ന ആഭ്യന്തരമായ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറം ലോകം അറിയുന്നില്ല. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ 28-ാം തീയതി 2 യുവാക്കളെ ഇറാനിലെ സർക്കാർ തൂക്കിക്കൊന്നിരുന്നു. നമുക്കറിയാം, ഇറാനിൽ തൂക്കിക്കൊല്ലുന്ന രീതി പരസ്യമായിട്ടാണ് ആളുകളെ തൂക്കിക്കൊല്ലുന്നത്. സാധാരണയായി തൂക്കിക്കൊല്ലൽ നിലവിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തൂക്കുമരത്തിലാണ് ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. ഏതാണ്ട് 20 സെക്കൻഡോ മറ്റോ കൊണ്ട് തന്നെ ഒരാൾ ഈ തൂക്കുമരത്തിൽ ഏറുമ്പോൾ മരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകളെ പരസ്യമായി ക്രെയിനിൽ കെട്ടിത്തൂക്കി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയാണ് ഇറാനിലുള്ളത്. ഇത് കാണുന്ന ജനങ്ങൾ നാളെ ഒരു കാരണവശാലും സർക്കാരിനെതിരെ രംഗത്ത് വരില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ 2 ചെറുപ്പക്കാരെ പരസ്യമായിട്ട് തന്നെയാണ് അവിടെ തൂക്കിക്കൊന്നിരിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ച ഇറാനിലെ ഒരു ജയിലിൽ അതീവ രഹസ്യമായി മറ്റൊരു ചെറുപ്പക്കാരനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇയാളുടെ വീട്ടുകാരെ പോലും അറിയിക്കാതെയായിരുന്നു ഇത് നടപ്പിലാക്കിയത്. വീട്ടുകാരോട് ജയിൽ അധികൃതർ ഇയാളുടെ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് വീട്ടുകാർ പോലും തങ്ങളുടെ വീട്ടിലുള്ള ആ കുട്ടി തൂക്കിക്കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇറാൻ വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് നടത്തുന്നത്. എല്ലാവരും യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. മിക്കവാറും ഒരുപാട് രാജ്യങ്ങൾ ഇറാൻ ഒപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു, കുറച്ചുപേർ അമേരിക്ക ഒപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് ഇപ്പോൾ പലരും ഓർക്കാത്തതും. പക്ഷേ അതിന് നേതൃത്വം നൽകിയവരെയും അതിൽ പങ്കെടുത്തവരെയും തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ഇവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. ഈ പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ ഇന്നേ വരെ ഏതാണ്ട് 26ഓളം പേരെ ഇത്തരത്തിൽ പരസ്യമായി, അതായത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പരസ്യമായി തൂക്കിക്കൊന്നിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇനിയും ഒരുപാട് പേർ ഒരുപക്ഷെ ഇത്തരത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ടിരിക്കാം, അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാം എന്നും കരുതപ്പെടുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും തൂക്കിക്കൊലകൾ അവിരാമം തുടരുകയാണ്. ഇറാനിലെ പ്രത്യേക രീതിയിലുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. ഇറാനിലെ നിയമങ്ങളനുസരിച്ചാണെങ്കിൽ സാധാരണ വഴിയരികിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, വാഹനം തടഞ്ഞിട്ടുള്ള സമരങ്ങൾ, അതുപോലെ പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് പോലും അവിടെ വധശിക്ഷ നൽകുന്ന രീതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം സർക്കാരിനെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കാൻ ഇറങ്ങിയാൽ അവരെ വകവരുത്തുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും ഇറങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ ഉറപ്പായിട്ടും വധിച്ചിരിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ സർക്കാർ നൽകുന്നത്. നേരത്തെ നമുക്കറിയാം, ആയത്തുള്ള അലി ഖമേനി ഉണ്ടായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള അതിവിചിത്രമായ ശിക്ഷാരീതികളാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്. ഇറാനും ചൈനയും ഒക്കെയാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകളെ ഓരോ വർഷവും വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യം. എന്നാൽ ഇറാനിലെ കാര്യമാണെങ്കിൽ അവർ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളുടെ പകുതി പോലും അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിടാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇറാനിലെ വളരെ കർശനമായ മത നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കോടതികളും അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരൊക്കെ തന്നെ വളരെ മോശമായ അല്ലെങ്കിൽ ക്രൂരമായ പശ്ചാത്തലമുള്ളവരുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ആ ജഡ്ജായിരിക്കുന്ന അയാൾ അവിടെ വലിയ മഹത്വമുള്ള ഒരാളായിട്ടാണ് എപ്പോഴും വാഴ്ത്തപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. ഇവർക്ക് പിന്നീട് അതിലും വലിയ പദവികൾ, അതായത് ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് ശിക്ഷിച്ച ജഡ്ജിമാർക്ക് പലർക്കും പിന്നീട് വലിയ പദവികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ഇറാനിലെ നിലവിലെ ഭരണകൂടം അനിശ്ചിതത്വത്തിലാണ്. കാരണം അവിടെ ഇപ്പോൾ പരമോന്നത നേതാവ് ആരാണ് എന്നുള്ള ആർക്കും അറിയില്ല. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തഫ ഖമേനിയാണ് പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മുസ്തഫ ഖമേനി എവിടെയാണ്, അദ്ദേഹം ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയുകയുമില്ല. മുസ്തഫ ഖമേനി കോമ സ്റ്റേജിൽ കഴിയുന്നു എന്നാണ് പല വാർത്തകളും അന്ന് പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ഇറാനിൽ നിഷേധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതല്ലാതെ ഖൊമേനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല, മുസ്തഫ സുഖമായിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇന്നേ വരെ മുസ്തഫ ഖമേനി പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവിടുത്തെ സൈന്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വിഭാഗമാണ്. ഇതിൻ്റെ തലവന്മാർ തന്നെയാണ് ഇറാനിലെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് പെഷസ്കിയാന് അവിടെ യാതൊരു തരത്തിലുമുള്ള അധികാരം പണ്ടുമില്ല ഇപ്പോഴുമില്ലാത്ത അവസ്ഥയാണ്.
അങ്ങനെ നോക്കുമ്പോൾ ഈ IRGC വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം അവരുടെ നേതാക്കളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നുള്ള ഭീതി അവർക്കുണ്ട്. ഒപ്പം ലോകത്തിന് മുന്നിൽ തങ്ങൾ മോശക്കാരെ ചിത്രീകരിക്കപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജനകീയ മുന്നേറ്റം വീണ്ടും ഉണ്ടാകാമെന്നും അങ്ങനെ തങ്ങളുടെ ഭരണമൊക്കെ തകർക്കപ്പെടാമെന്നും ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടെ ഒരുമിച്ചെത്തി തങ്ങളെ നേടാനെത്തിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെല്ലാം ഒരുപക്ഷെ അവർക്കൊപ്പം ചേർന്നുകൊണ്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറി തങ്ങളെ അവർ ആക്രമിക്കുക അല്ലെങ്കിൽ പിടികൂടും എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മുൻകരുതലായി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ ഓരോരുത്തരെ കണ്ടുപിടിച്ച് ഇവർ ഇത്തരത്തിലുള്ള വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. അത് ഏറ്റവും ക്രൂരമായ രീതിയിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ക്രെയിനിലെ ആളുകളെ കെട്ടിത്തൂക്കി ഇത്തരത്തിൽ കൊല്ലുന്നത്. അപ്പോൾ എന്താണെങ്കിലും യുദ്ധത്തിൻ്റെ മറവിൽ ഇറാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു രഹസ്യ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇപ്പോൾ ഇത് ലോകത്തിന് മുന്നിൽ വീണ്ടും എത്തുകയാണ്. ഇറാൻ എത്രത്തോളം രഹസ്യമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് പിന്നീട് എല്ലാവരും അറിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും യുദ്ധം മറയാക്കി ഇറാൻ നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങൾ ഇറാനിലെ ജനതയെ കൂടുതൽ ഭയപ്പെടുത്താൻ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ.